എല്ലാവർക്കും വെൽക്കം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ടൂർണമെന്റ് കാര്യം പറയാം. അപ്പോൾ നമ്മൾ ആ ഒരു ഇന്റർവെല്ലിൽ പയ്യെ പയ്യെ ഓരോ ടൂർണമെന്റ്സ് നല്ല രീതിയിൽ കൊണ്ടുവരാം എന്നുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറന്റ് നമുക്ക് സെർവറും ഇല്ല. ആൾക്കാർക്ക് PvP കളിക്കുന്ന കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അവർക്കൊന്നും ഒരു കളിക്കാനുള്ള ഒരു ഇതും ഇല്ല. അങ്ങനത്തെ ഒരു രീതിയിലായി ഇരിക്കുക ഇപ്പം മൊത്തത്തിൽ. അപ്പം നമ്മൾ വിചാരിച്ചു അത് ഒരു ഇപ്പോൾ ഒരു പെർഫെക്റ്റ് ടൈമാണ്. അതുകൊണ്ട് ആ ഒരു ടൈമിൽ നമുക്കൊരു ടൂർണമെന്റ് നടത്താമെന്ന്. സോ അഗെയിൻ എക്സ്ലാൻഡിക്സ് എക്സ് ഈഗിൾ ഗെയിമിംഗ് ഒരു വലിയ ടൂർണമെന്റ് നമ്മൾ അനൗൺസ് ചെയ്യുകയാണ് ഇന്ന്. സോ ടൂർണമെന്റ് വിൽ ബി ഇൻസൈഡ് എക്സ്ലാൻഡിസിന്റെ പുതിയ സെർവറിൽ തന്നെ ആയിരിക്കും ടൂർണമെന്റ് നമ്മൾ നടത്താൻ പോണ. വേറൊരു സെർവറിലും അല്ല, എക്സ്ലാൻഡിസിൽ തന്നെയാണ് നടത്തുന്നത്. എക്സ്ലാൻഡിസിൽ ആയിരിക്കും നമ്മുടെ ഈ ഒരു ടൂർണമെന്റ് നമ്മൾ ഇത് ചെയ്യുന്നത്. ആൻഡ് ഈ ടൂർണമെന്റ് ഒരു ഗുഡ് കോസിനും കൂടി ആണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളുടെ വീട് ജപ്തിയാ. അപ്പം ആ ജപ്തിയിൽ നിന്ന് നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് പേര് TV-യിലെ ക്രിയേറ്റേഴ്സ് എല്ലാവരും കൂടെ പൈസ ഇട്ടിട്ടും, പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പബ്ലിക്കലി ഒന്നും ഞങ്ങൾ കളക്ട് ചെയ്യുന്നില്ല. നിങ്ങൾ 1 രൂപ പോലും അതിനകത്ത് ഇടണ്ട. അത് ഞാൻ പറയാണ്. നമ്മൾ ഈ ടൂർണമെന്റ് നടത്തുന്നതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗുഡ് കോസ് അല്ല, അപ്പാപ്പൻ്റെ ഒന്നും അല്ല കൈസ്, അപ്പാപ്പൻ്റെ വീടൊന്നും ജപ്തിയൊന്നുമല്ല. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്. ഞാനും ബ്രാവോയും കൂടെ ആയിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സാധനം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അത് രണ്ടും കൺസിഡർ ചെയ്തിട്ടാണ്. അതായത് ഒന്നാമത് കാര്യം ഇപ്പോൾ കളിക്കാനുള്ള സെർവർ ഇല്ലാത്തതും, രണ്ടാമത് ഇങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് കോസ്റ്റ് നമുക്ക് വന്നതുകൊണ്ട്, ഈ ഒരു 2 കേസ് ഉള്ളതുകൊണ്ട് നമ്മളത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നത്. സോ എന്തായിരിക്കുമെന്ന് വെച്ചാൽ ടൂർണമെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ടൂർണമെന്റ് പ്രൈസ് പൂൾ വിൽ ബി കഴിഞ്ഞ വട്ടത്തെ പോലെ 1 ലക്ഷം രൂപ പ്രൈസ് പൂൾ പ്ലസ് സ്പോൺസർഷിപ്സ് ഉണ്ടാവും. ഇതിന്റെ കംപ്ലീറ്റ് സ്പോൺസർഷിപ്പ് ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അതിനൊരു 3 days എടുക്കും. 2-ാം തീയതി ആയിരിക്കും നമ്മുടെ ടൂർണമെന്റ് സ്റ്റാർട്ട് ആവുന്നത്. 2-ാം തീയതി ആകും ടൂർണമെന്റ്. അപ്പോൾ ടൂർണമെന്റിൽ ഈ പ്രൈസ് പൂളിന് മുകളിലോട്ട് സ്പോൺസർഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ള കഴിഞ്ഞ വട്ടത്തെ പോലെ വന്ന എല്ലാവരും അതിനകത്ത് കഴിഞ്ഞ വട്ടം ചെയ്തതുപോലത്തുള്ള ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ പ്രൈസ് വിൽ ബി മച്ച് ഹയർ. അപ്പം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ടൂർണമെന്റ് ഫോർമാറ്റ് എന്ന് പറയണത് എത്ര ടീംസിന് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. ഇനി നമ്മളൊരു ഓപ്പൺ ഫോറം ഇടും. രജിസ്റ്റർ ചെയ്യുന്ന എത്ര ടീമുണ്ടോ അത്രയും ടീമിനെ വെച്ച് നമ്മൾ ടൂർണമെന്റ് നടത്താൻ പോവാം. അതായത് ഈ വട്ടം നമ്മൾ ആരെയും ഒഴിവാക്കുന്നില്ല. എക്സ്ലാൻഡിസിലെ പ്ലേയേഴ്സിനെ മാത്രമല്ല, എക്സ്ലാൻഡിസിന്റെ പുറത്ത് കേരളത്തിൽ ഏതൊക്കെ RP പ്ലേയേഴ്സ് ഉണ്ടോ, കേരളത്തിൽ ഏതൊക്കെ RP ഗ്യാങ്സ് ഉണ്ടോ അവർക്ക് മൊത്തം പങ്കെടുക്കാം. അതാണ് മെയിനായിട്ട് ഈ വട്ടം നമ്മൾ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ വട്ടം നമ്മൾ കുറേ പേരെ സോർട്ട് ചെയ്തു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. സോ ഈ വട്ടം അപ്പം നമ്മൾ എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഗ്യാങ്ങിൽ നിന്ന് 3 ടീമിനെ നമ്മൾ അലോ ചെയ്യും. എല്ലാ ഗ്യാങ്സിനും 3 ടീം. കാരണം തമിഴ് പ്ലേയേഴ്സിനെ കറന്റ് നമ്മളിപ്പോൾ അലോ ചെയ്യുന്നില്ല. തമിഴ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ തമിഴ് സെർവർ മാത്രം കളിക്കുന്ന ആൾക്കാരെ നമ്മളിപ്പോൾ കറന്റ് ചെയ്യുന്നില്ല. നമ്മുടെ അവിടെ ആൻറ്റി ചീറ്റ് ഉണ്ടാവും. ഹാക്ക് പിടിച്ച വോൾ ഓഫ് ഷെയിമിലൊന്നും ഇടത്തില്ല. ഞാൻ ഈ 10-15,000 പേരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഇരുന്നങ്ങ് അവരാധിക്കും. അല്ലാതെ വോൾ ഓഫ് ഷെയിം ഒന്നുമില്ല. പിന്നെ നമ്മുടെ എക്സ്ലാൻഡിസിലും പെർമനന്റ് ബാൻ ആയിരിക്കും. അതേ ഉള്ളൂ, വേറൊന്നുമില്ല. ഹാക്കൊക്കെ ഇട്ടുകൊണ്ട് ഫയൽ ഇട്ടണന്മാരൊക്കെ ഇട്ടുകൊണ്ട് വരട്ടെ. നമുക്ക് പിടിക്കാനുള്ള ടീമൊക്കെ ഉണ്ട്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ടൂർണമെന്റിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഒരു ടീമിൽ 10 പേര് പ്ലസ് 2 സബ് 12 പേരെ നിങ്ങൾക്ക് ടീമിൽ കൊണ്ടുവരാം. ആൻഡ് ഇപ്പോൾ എക്സ്ലാൻഡിസിലെ ഫോർമാറ്റ് അനുസരിച്ച് ഒരു ഗ്യാങ്ങിൽ മിനിമം സിറ്റുവേഷനിൽ 35 മെമ്പേഴ്സ്, മാക്സിമം കൗണ്ട് എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ എങ്ങനെ പോയാലും എല്ലാ ഗ്യാങ്ങിലും 30+ മെമ്പേഴ്സ് ഉണ്ട്. സോ എല്ലാവർക്കും കളിക്കാനൊരു അവസരം എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു ടീമിൽ നിന്ന് ഒരു ഗ്യാങ്ങിൽ നിന്ന് 3 ടീമിനെ അലോ ചെയ്യുന്നുണ്ട്. സോ മേ ബി TV ഹോസ്റ്റ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി TV KV എന്നൊരു സൈഡിൽ നിന്ന് അവർക്ക് ഇനി ഇൻ കേസ് ഒരു സ്ലോട്ടും കൂടെ വേണമെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അത് ഉറപ്പായിട്ട് നമ്മൾ അതും കൊടുക്കും, കഴിഞ്ഞ വട്ടം ടൂർണമെന്റ് നടത്തിയതുപോലെ. സോ ബാക്കി എല്ലാവർക്കും 3 സ്ലോട്ട് വെച്ച് 10 മെമ്പേഴ്സുള്ള 3 സ്ലോട്ട് ആയിരിക്കും. ആൻഡ് ഈ വട്ടം നമ്മൾ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ഇതിന്റെ മാപ്പ് ഫുള്ളി ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഒരു എൻട്രി ഫീ ഒന്നുമില്ല, ഫ്രീ രജിസ്ട്രേഷൻ. ആർക്കും എൻട്രി ഫീ നമ്മുടെ ഒരാളുടെ കയ്യിൽ നിന്ന് 5 പൈസ നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ എല്ലാം കൊടുക്കുന്നത്. സോ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വട്ടം ടൂർണമെന്റിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ടൂർണമെന്റ് നടക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് സെയിം ലൈക്ക് PUBG. നമ്മൾ എൻറ്റയർ മാപ്പ് സെലക്ട് ചെയ്തിട്ടില്ല. കാരണം ഓവർലോഡും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും ഇതാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൻറ്റയർ GTA മാപ്പ് സെലക്ട് ചെയ്തിട്ടില്ല. നമ്മളൊരു പർട്ടിക്കുലർ ഏരിയ, അത് വൈഡ് ഏരിയ ആണ്, കുറച്ച് വലിയ ഏരിയ ആണ്. ആ ഏരിയ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ഫ്ലൈറ്റിനകത്ത് നിങ്ങളെ കയറ്റും. PUBG പോലെ തന്നെ ഫ്ലൈറ്റിനകത്ത് കയറ്റി നിങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് നിങ്ങൾ താഴെ ചാടണം. താഴെ ചാടുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെ ലൂട്ട് ബോക്സ് ഉണ്ടാവും. ആ ലൂട്ട് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൂട്ട് ബോക്സിൽ നിന്ന് തന്നെ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
വൺസ് നിങ്ങൾക്ക് ഇത് താഴെ ഇറങ്ങി ലൂട്ടെല്ലാം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വണ്ടി ഉണ്ടാവും റൊട്ടേറ്റ് ചെയ്യാൻ, പൊസിഷൻ പിടിക്കാൻ. പക്ഷെ ഈ വട്ടം അത്രയ്ക്ക് ഈസി ആയിട്ട് കില്ലെടുക്കാൻ പറ്റത്തില്ല. പബ്ജി പോലെ തന്നെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ആള് നോക്കായി കിടക്കത്തേ ഉള്ളൂ. നോക്കായ ആളെയും ഫിനിഷ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കില്ല് കിട്ടുള്ളൂ. മനസ്സിലായോ? അതായത് നോക്കായ ആളെ ടീംമേറ്റിന് റിവൈവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് 10 പേരുണ്ടെങ്കിൽ ഒരാളെ നോക്കാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോക്കാക്കിയ ആളെ പോയി റിവൈവ് ചെയ്ത് 10 തിരിച്ചു കൊണ്ടുവരാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ ഒരു എക്സാക്ട്ലി ഒരു പബ്ജി ടൂർണമെന്റ്, പബ്ജി നടക്കുന്നത് പോലെ തന്നെ നടക്കാൻ GTA ഇത് കോഡ് ചെയ്തത് നമ്മുടെ എന്താ നിഞ്ചയാണ്. 4 ദിവസം ഇപ്പൊ ഞാൻ അവനോട് ഇത് കോഡ് ചെയ്ത് തുടങ്ങാൻ പറഞ്ഞിട്ട് ഒരു 3-4 ദിവസം ആയതേ ഉള്ളൂ. 4 ദിവസത്തിനകത്താണ് ഈ കോഡിങ് കഴിഞ്ഞത്. ഇത് GTA നടക്കുന്നത്, പബ്ജിയിലല്ല ഞാൻ പറയണേ. ശോകമൊന്നും ആകത്തില്ല കൈസ്, അത് നന്നായിട്ട് പൊക്കോളും. അത് പബ്ജി എങ്ങനെയാണോ അതുപോലെ തന്നെ ആണ്. ഗൺ റേഞ്ച് ക്ലോസ് മിഡ് ഫൈറ്റ് മാത്രമേ ഉള്ളൂ, സ്നൈപ്പേഴ്സ് ഒന്നുമില്ല, സ്നൈപ്പറും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം അങ്ങനെയായിരിക്കും നമ്മൾ ടൂർണമെന്റ് കറന്റ് നടത്താൻ പോണത്. ആൻഡ് അതിന്റെ കൂടെ തന്നെ അവൻ ഈ ലിമിറ്റഡ് ടൈമിൽ നമുക്ക്, കാരണം 2-ാം തീയതി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. നാളെ നമ്മൾ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം 2-ാം തീയതി ആയിരിക്കും, 2-ാം തീയതി തൊട്ട് ഒരു അൾട്ടിമേറ്റ് ടൂർണമെന്റ്. കാരണം ഗൈസ് ഇത് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മാക്സിമം 3 ദിവസത്തിനകത്ത് തീർക്കുക എന്നുള്ളതാണ്. കാരണം സെർവർ വരെ എന്തായാലും ഒരു 8-10 ദിവസം എടുക്കും. പക്ഷെ ടീം എത്ര കൂടുതലുണ്ടോ എന്ന്, എത്ര ലൈഫ് ഉണ്ടെന്നോ അങ്ങനെയല്ല ബ്രോ. റീകോൾ അല്ല ഗൈസ്, റിവൈവ് ആണ്. നിങ്ങൾക്ക് റീകോൾ അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ റീകോൾ വേണമെങ്കിൽ റീകോൾ അടക്കം അവൻ പറഞ്ഞത് റീകോൾ ചെയ്യാന്നാണ്. നമ്മൾ റീകോൾ വേണ്ട, റിവൈവ് ചെയ്യാൻ പറയും. എന്ന് വെച്ചാൽ വീണ് കിടന്നാൽ നമ്മുടെ ഒരു ടീംമേറ്റിനെ ഒരാളെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അവൻ നോക്കാവും. ആദ്യം ഫുൾ ഇത് കഴിയുമ്പോൾ നോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ചെയ്താൽ തിരിച്ച് ഷീൽഡ് ഇല്ലാതെ ഫുൾ HP ഇതാവും. വീഡിയം ഒന്നും അലോഡല്ല. വീഡിയം നമ്മൾ മറ്റേ ആന്റി വീഡിയം സാധനം അത് സെറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയം അലോഡല്ല. 10 പേരുള്ളതുകൊണ്ട് നമുക്ക് അതൊന്നും വേണ്ട. പിന്നെ യൂട്ടിലിറ്റീസ് കൂടുതലും ഇൻവോൾവ് ചെയ്യാനുള്ള ശ്രമമുണ്ട്. സ്മോക്ക്, മോൾട്ടോവ് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് നമുക്ക് വേണ്ടുന്നത് മെയിനായിട്ട് എത്ര പേര് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നുള്ളൊരു കാര്യം പറയണം. അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഡേയ്സ് ഇതാക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഫൈനൽ വിൽ ബി പോയിന്റ് ടേബിളിൽ നിൽക്കുന്ന 15 ടീമോ അല്ലെങ്കിൽ 10 ടീമോ ആയിരിക്കും ഫൈനൽ. അന്നൊരു 3 മാച്ച് ഉണ്ടാവും. 3 മാച്ചിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് സെക്യൂർ ചെയ്യുന്ന ടീമിനായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോണത്. ആൻഡ് അങ്ങനെയാണ് നമ്മൾ ഫുൾ മാപ്പ് അല്ല, പകുതി മാപ്പേ ഉള്ളൂ. പകുതി എന്ന് പറഞ്ഞാൽ പകുതിയല്ല, അത്യാവശ്യം കളിക്കാൻ സോൺ ഷിഫ്റ്റ് ആവുന്ന ഒരു ഇതുണ്ട്. TV വില്ലുമോന്റെ സെക്കൻഡ് അക്കൗണ്ട് സ്പോട്ട് ഇടുന്നോ? അതെന്താ നീല അങ്ങനെ പറഞ്ഞേ? ഫ്രീ ഫയർ കോപ്പി ഉണ്ടാവുന്ന എടാ എന്താടാ, ബാറ്റിൽ ഗ്രൗണ്ട് ഗെയിംസ് അല്ലേ ഏകദേശം സെയിം അല്ലേടാ. അപ്പൊ ആ സാധനം ഗോകുനെ കൊണ്ടുവരാൻ കമന്ററിയില്ലേ. പക്ഷെ ഗോകു എനിക്ക് തോന്നുന്നു ഇവരെല്ലാം കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനും ഗോകു എന്തായാലും കളിയില്ലാത്ത ദിവസം അവനെ നമുക്ക് കമന്ററിക്ക് കൊണ്ടുവരാം. ഗോകും അപ്പാപ്പനും ഞാനും ആയിരിക്കും, വി വിൽ ബി ദ ഹോസ്റ്റ്. അപ്പം നമുക്ക് ടീമിൽ നിന്ന് എല്ലാ കേരളത്തിലെ ഞാൻ എല്ലാ RP കളിക്കുന്ന ഗ്യാങ്സുകളെയും ഞാൻ ഓപ്പൺ ഇപ്പൊ ഇത് നമുക്ക് സെർവർ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ ഒന്നും വന്ന് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് കഴിഞ്ഞ വട്ടം നമ്മൾ എക്സലാൻഡിസ് മാത്രമായിരുന്നു ഒരു ഇൻവിറ്റേഷൻ കൊടുത്തത്. ഈ വട്ടം അങ്ങനല്ല. നിങ്ങൾ ഏത് RP സെർവറിൽ കളിക്കുന്ന ഗ്യാങ് ആണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ആഗ്രഹവും, നിങ്ങൾക്ക് എക്സലാൻഡിസിലൊക്കെ കയറി കളിക്കണം, TV ഒക്കെ അടിക്കണം, KV ഒക്കെ അടിക്കണം എന്ന് ആഗ്രഹമുള്ള എല്ലാ ഗ്യാങ്ങുകൾക്കും വരാം, രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്കും ഈ ലോബി ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ നിങ്ങളുടെ 3 ടീമിന് കളിക്കാം. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവരും രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഈ ഒരു ഇത് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ടൂർണമെന്റ് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും എന്ന് നമുക്ക് ഫൈനൽ ലിസ്റ്റ് അറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മുടെ എന്തായാലും എക്സലാൻഡിസ് മാത്രം നോക്കിയാൽ തന്നെ ഒരു ഗ്യാങ്ങിൽ നിന്ന് 3 ടീം വെച്ച് നോക്കിയാൽ തന്നെ 90 ടീം വരും. ഓ ഇഷ്യൂ. സോ ഗൈസ് ഇവിടെ വേറെ ഒരു ഗ്യാങ്ങുകളുടെയും നിങ്ങൾ മറ്റേ ഇത് ചെയ്യല്ലേ ഗൈസ്, ദയവ് ചെയ്ത് അവരെ വിളിക്കല് ഇവരെ വിളിക്കല് അങ്ങനൊന്നും ഇല്ല. എല്ലാവരെയും നമ്മൾ വിളിക്കുന്നുണ്ട് ഇതിനകത്ത്. അവരെ വിളിക്കല് ഇവരെ വിളിക്കല് എന്നൊന്നും പറയല്ല. ഇതൊരു ഓപ്പൺ ടൂർണമെന്റാ. ആ സമയത്ത് നമുക്ക് അവരെ വിളിക്കല് ഇവരെ വിളിക്കല് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമേ അല്ല. മനസ്സിലായോ? ഇത് കൂട്ടേടിയാണ്. എങ്ങനെയാ കളി? എന്ന് വെച്ചാൽ ബ്രോ ഓപ്പൺ സോണ് നിങ്ങൾക്ക് ലൂട്ടെടുത്ത് സെറ്റിൽ ആയതിനു ശേഷം വണ്ടി എടുത്തോണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കോമ്പൗണ്ട് റഷ് ചെയ്ത് ഫൈറ്റ്സ് എടുക്കാം. കിൽ പോയിന്റ് ഉണ്ട്. നമ്മൾ കുറച്ചും കൂടി ക്യാമ്പിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കിൽ പോയിന്റ് ചിലപ്പോൾ കുറച്ച് കൂട്ടിയിടും. മനസ്സിലായോ? അത് വേണമെങ്കിൽ കുറച്ച് അഗ്രസീവായിട്ട് കളിക്കുന്നതും കാണാൻ പറ്റും. കിൽ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ടാൽ പൊസിഷൻ പോയിന്റിനോട് തന്നെ വേണമെങ്കിൽ കിൽ പോയിന്റും കൂടെ കൂട്ടിയിട്ടാൽ നമുക്ക് കുറച്ച് ടീമുകൾ അഗ്രസീവായിട്ട് കളിച്ച് പഠിക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം. സോൺ ഡാമേജ് ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുവിടറാ.
സ്റ്റോൺ ഡാമേജ് ഉണ്ട്. കഴിവുള്ളവരെ വിളിച്ചാൽ പോരെ ബ്രോ. അങ്ങനെയല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ എക്സ്ലാൻഡിസ് ഇത് കളിക്കാത്ത ഒരുപാട് വേറെ നല്ല ഗ്യാങ്ങുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഗൺ പവർ ഉള്ള വേറെ നല്ല നല്ല ഗ്യാങ്ങുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം. അതായത് കഴിഞ്ഞ കലാശക്കൊട്ടില് ആരായിരുന്നു ജയിച്ചേ? ഇവരല്ലേ ജയിച്ചേ? നമ്മുടെ കെവിൻ R34 കെവിന്റെ ഗ്യാങ് അല്ലേ ജയിച്ചേ? R34 അല്ലേ ജയിച്ചേ ആ സമയത്ത്? അപ്പം ലൈക്ക് ഓരോരോരോ ഇങ്ങനത്തെ ടൂർണമെന്റ് ഒക്കെ നടക്കുന്ന സമയം SMG ആണോ ജയിച്ചേ? SMG ആണോ R34 ആണോ ജയിച്ചേ? SMG ആണോ R34 ആണോ? SMG ആണോ തോന്നല്ലേ? അപ്പൊ അങ്ങനെ അപ്പൊ ഓരോ ടൂർണമെന്റ്സ് ഒക്കെ നടക്കുമ്പോഴാണ് ഓരോരുത്തരുടെ ഓരോ ഗ്യാങ്ങുകളുടെ ഒക്കെ പൊട്ടൻഷ്യൽ മനസ്സിലാവുന്നത്. ഇപ്പം നേരെ വന്ന് ഓരോ ടൂർണമെന്റിൽ അവർ പെർഫോം ചെയ്തിരിക്കുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിന് എക്സ്പോഷർ കിട്ടും. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വരുമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ഏജ് ലിമിറ്റ് ഉണ്ടോ? ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല. ഇതിന് ഏജ് ലിമിറ്റ് അല്ല അല്ല അല്ലേ നമുക്ക് വെക്കാം. പിന്നെ എന്താ, അത് വേറൊരു ക്രൈറ്റീരിയ. 18+ വെക്കാം. അത് തന്നെയാണ് നല്ലത്. പിന്നെ ഇനി അടുത്തൊരു പ്രശ്നം വരണ്ട. വെറുതെ ഒരു സെർവർ സീനാക്കേണ്ട. നമുക്ക് 18+ തന്നെ വെക്കാം. വെറുതെ അത് മാറ്റിയിട്ട് നമുക്ക് പണി മേടിക്കണ്ട. ഓക്കെ. അപ്പം ഇത്രയാണ് ഒരു കാര്യം. അപ്പൊ നമ്മൾക്ക് 2-ാം തീയതി തുടങ്ങാം എന്നുള്ളൊരു പ്ലാനാണ്. നാളെ എന്തായാലും എക്സ്ലാൻഡിസിന്റെയും അതേപോലെ തന്നെ ടിവിയുടെ ഒഫീഷ്യലിലും ഡിസ്കോഡ് ലിങ്കും ബാക്കി കാര്യങ്ങളും എല്ലാം വരും. നിങ്ങൾ ആ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക, ടീം രജിസ്റ്റർ ചെയ്യുക. 10+2 ആണ് കറന്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കൗണ്ട്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ 10 പ്ലേയേഴ്സും 2 സബ്ബും ആണ് നമുക്ക് ഇതാക്കുന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ പറയണത് പോലെ ആന്റി ചീറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മൾ മനുഷ്യന്മാർ, നമ്മൾ ഈ കളിക്കുന്ന ആൾക്കാർക്ക് പിടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റേ ഇനിയിപ്പം മൊബൈൽ ഡേറ്റയൊക്കെ കുത്തി പിങ്ങൊക്കെ മാറ്റി മറ്റേ വൈഫൈ റൂട്ടറൊക്കെ വെച്ച് കളിക്കുന്ന പരിപാടിയൊന്നും നമുക്ക് കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല. അതൊക്കെ വെച്ചുകൊണ്ട് വന്നാൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് വരുന്ന നമുക്ക് വേറെ ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം ഇതിനകത്ത് ഡിറ്റക്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ POV മസ്റ്റാണ്. അതിനി എന്താ ഹൈ എൻഡ് PC ആയാലും ലോ എൻഡ് PC ആയാലും POV എന്ന് പറയുന്ന സാധനം നമുക്ക് മസ്റ്റാണ്. മിസ്റ്റർ എക്സിന് PDക്ക് ഇങ്ങനത്തെ എല്ലാവർക്കും കളിക്കാം. ആൻഡ് ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ, ഈ വട്ടം നമുക്ക് സിറ്റിസൺസിനും വേണം ചാൻസ് കൊടുക്കാം. നിങ്ങൾ സിറ്റിസൺസ് ഒരു ഗ്യാങ് നെയിം ഇട്ട് വന്ന് നിങ്ങളുടെ ടീം രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് സിറ്റിസൺസിനും കളിക്കാം. ഓക്കെ. ഗ്യാങ് ഇല്ലാത്തവർക്കും ഒരു കൺസിഡറേഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ. പക്ഷെ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഈ രജിസ്ട്രേഷൻ ഒത്തിരി ടീം വന്നാൽ നമ്മൾ എത്ര ദിവസത്തിൽ ഇത് നടത്തി തീർക്കുമെന്നാണ് എൻ്റെ പേടി. എന്തായാലും 10 ദിവസത്തിന് കഴിയും സെർവർ വരാൻ. ഇത് മാനേജ് ചെയ്യാനുള്ള അഡ്മിൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേണം. ഗൈസ്, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് സിറ്റിസൺസിന് ഗ്യാങ് ആയിട്ട് കൊടുക്കണോ വേണ്ടയോ? അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഗ്യാങ്സിനുകൾക്ക് മാത്രം കൊടുക്കണം? ഞാൻ വേണമെങ്കിൽ ഒരു പോൾ ഇടാം. /പോൾ സിറ്റിസൺ വേണോ? യെസ്, നോ, ഡ്യൂറേഷൻ 5 minutes, ക്രിയേറ്റ്. ഓക്കെ. നിങ്ങളെല്ലാവരും ഒന്ന് വോട്ട് ചെയ്യുക. എല്ലാവരുടെയും സജഷൻ അനുസരിച്ച് നമുക്ക് നോക്കാം. ഒരു ക്വാളിഫയിങ് മാച്ച് എന്താ പറയുക കേൾക്കണ്ടില്ല. ഒരു സ്റ്റാർട്ടിങ് അല്ലേ ഗ്യാങ്സ് മതി, എല്ലാം സെറ്റായിട്ട് സിറ്റിസൺസിനെ കൊണ്ടുവരാം. അതാണല്ലേ നല്ലത്. എടാ ഇവിടെ കട്ടക്കാണല്ലോ വോട്ടിങ്. ലിമിറ്റഡ് സ്ലോട്ട്സ് ഫോർ സിറ്റിസൺസ്. അതും നല്ലൊരു ഓപ്ഷനല്ലേ. ലിമിറ്റഡ് സ്ലോട്ട്സ് ഫോർ സിറ്റിസൺസ്, അത് കൊള്ളാം. അതും നല്ലൊരു ഓപ്ഷനാണ്. ഈ AC എന്താടാ മോനെ നിനക്ക്? നിന്നെ ചൂട് കാറ്റ് ഊതാനാണോ ഞാൻ വെച്ചിരിക്കുന്നത്? ഊതുമ്പോ തണുപ്പ് ഊത്. ഇതിനകത്തുനിന്ന് എന്താ ചൂട് വരണേ? ഇത് ഈ വട്ടം പണിയാൻ വന്ന പുള്ളിയെ എനിക്ക് തോന്നുന്നത് എന്താന്ന് പറയാം, മറ്റേ എക്സോസ് ഫാൻ എടുത്ത് അകത്തോട്ട് വെച്ചിട്ട് AC തിരിച്ചകത്തോട്ട് വെളിയിലോട്ട് വെച്ചെന്ന് തോന്നുന്നു. എടാ ഇതിനകത്ത് ചൂട് കാറ്റാണ് വരുന്നത്, ഇതിനെ തിരിക്കാൻ പറ്റണല്ല. അതും ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു വൃത്തികെട്ട എന്റെ ഇവിടത്തെ ലൈറ്റ് കണ്ടോ നിങ്ങള്? ഇവിടെ ഒരു വലിയ ലൈറ്റ് ഇരിക്കണേ, അതിന്റെ കീഴിലെ ഞാൻ ഇരിക്കണേ. എടാ സിറ്റിസൺസിന് 58% നോയും 48% എസ്സോ പറഞ്ഞേക്കുന്നത്. ഭയങ്കര ക്ലോസ്. കറണ്ട് പോയോ? ഇല്ലല്ലോ, കറണ്ട് ഉണ്ടല്ലോ, പുറകിലുണ്ടല്ലോ.
അപ്പൊ ഞാൻ ഇത് അവരുടെ അടുത്തൂടെ ഒന്ന് ചോദിച്ചിട്ട് എല്ലാവരുടെ അടുത്തൂടെ ഒന്ന് ചോദിച്ചിട്ട് നമുക്കത് ഇത് ചെയ്യാം ഗൈസ്. അതങ്ങനെ ഒരു തീരുമാനം എടുക്കാം. കാരണം കഴിഞ്ഞ വട്ടം മറ്റേ EMSലെയും PD-ലെയും ഒക്കെ ആൾക്കാർ കുറേ പേര് ചോദിച്ചായിരുന്നു ഇതുപോലെ, ബ്രോ നമുക്കും കൂടെ കളിക്കാനുള്ള ഒരു അവസരം തരുമോ എന്നുള്ളൊരു സാധനം ചോദിച്ചായിരുന്നു. അപ്പൊ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവർക്കും കളിക്കാനുള്ള താല്പര്യം ഉണ്ടാവുമല്ലോ. രായൻ ഇവിടെ ഉണ്ടോ? ഇല്ല. ലൈവിനോ നിഞ്ച ഇവിടെ ഉണ്ടല്ലോ. ഹലോ ഹലോ എടാ രായ, ഇവര് സിറ്റിസൺസിന് ചാൻസ് കൊടുക്കുന്ന കാര്യത്തെ പറ്റി ചോദിക്കുന്നത്. ഗ്യാങ് മൊത്തത്തിൽ വന്നിട്ട് അതിന്റെ ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ആണല്ലേ? അതാ എത്ര ഉണ്ടെന്ന് ബാക്കി കൊടുക്കാലോ. എടാ സോൺ ഡാമേജ് ഉണ്ടോ നിഞ്ച? സോൺ ഡാമേജ് ഉണ്ട്. നീ എനിക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഞാൻ പറഞ്ഞതല്ലാതെ പറയാൻ ഉണ്ടെങ്കിൽ പറയോ? ഒരു ഫോർമാറ്റ്. അതായത് ആദ്യം ലോബി ഉണ്ടാവും. ലോബിന്ന് നമ്മളിപ്പോ എല്ലാവരും പ്ലെയിനിൽ പോവും. പിന്നെ അവിടുന്ന് ജമ്പ് ചെയ്യുമ്പോ നമുക്ക് താഴെ ലൂട്ട് ബോക്സ് ആയിരിക്കും. ഗ്രൗണ്ടിൽ ലൂട്ടായിട്ടല്ല, ലൂട്ട് ബോക്സുകളായിരിക്കും. എന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് അടിക്കുമ്പോൾ ലൂട്ട് നമ്മുടെ ഇൻവെന്ററിൽ കയറും. അപ്പൊ നമുക്കത് പിന്നെ നേരെ ഫൈറ്റും കാര്യങ്ങളും എടുക്കണ്ടേ. അപ്പൊ ഷീൽഡും കാര്യങ്ങളും ഷീൽഡ് ഉണ്ടാവും. ഇത് ഷീൽഡ് എന്ന് വെച്ചാൽ വെസ്റ്റ് പോലെ തന്നെ അത് നമ്മൾ ഹീലബിളായിട്ട് യൂസ് ചെയ്യും. പിന്നെ റിവൈവ് ഉണ്ടാവും. ഇപ്പൊ ടീമേറ്റ് ഡെഡായ പ്ലെയർ നമുക്ക് റിവൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ 5 സോണായിരിക്കും ഉണ്ടാവുക ലാസ്റ്റ്. അത് ഫസ്റ്റ് ഒരു വലിയ സോണായിരിക്കും. പിന്നെ അതിന്റെ ഉള്ളിൽ റൗണ്ടായിട്ട് പല പല ഏരിയയിലേക്ക് വരും. ഒരു ഡെമോ ചെയ്ത് കാണിക്കുമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ദിവസം ഗൈസ് ഡെമോ ടൂർണമെന്റിന് ഒരു ദിവസം ബാക്കിയുള്ള ദിവസം തലേന്ന് രാത്രി നമ്മൾ ടൂർണമെന്റിന്റെ ഫുൾ ഇത് നമ്മൾ സ്ട്രീം ചെയ്ത് കാണിക്കും. ഒരു ടെസ്റ്റ് സ്ട്രീം ചെയ്ത് കാണിക്കും. നമ്മുടെ പ്ലേസിനെ വെച്ചൊരു ചെറിയൊരു ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. സ്മോക്കും മൊളട്ടോവും വേണം. അതുണ്ട്, അത് സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ വെഹിക്കിൾസ് ഉണ്ട്. അപ്പൊ പിന്നെ ബാക്കി പിന്നെ വാറും പോലെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ. ഗണ്ണ് സ്നൈപ്പർ അങ്ങനത്തെ ഒന്നും ഇല്ല ഗൈസ്. അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ നോർമൽ AR കാർബൈൻ റൈഫിൾ ആയിരിക്കും. പ്ലസ് അതിന്റെ കൂടെ നമ്മള് ഗ്രോസയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം കൊണ്ട് ഗ്രോസ് കൊണ്ടുവരാൻ പറ്റില്ലടാ. നമുക്ക് ഒന്നില്ലെങ്കിൽ അഡ്വാൻസ് കാർബൺ റൈഫിൾ അങ്ങനത്തെ കുറച്ചുകൂടി നമുക്ക് സെറ്റ് ചെയ്യാം. ഗ്രോസ് ആണെങ്കിൽ ഗ്രോസ് അത് നമുക്ക് നോക്കിട്ട് ചെയ്യാം. പിന്നെ ഓവർ ഇത് വെക്കണില്ല, നമുക്ക് പരമാവധി ലാഗ് കുറച്ച് തന്നെ ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്യണം. അതെ. ലോങ് റേഞ്ച് ഗൺസ് ഒന്നും ഇല്ല ഗൈസ്. ലോങ് റേഞ്ച് ഗൺസ് ഒന്നും ഇല്ല. 50-50 ആയെന്ന പോള്. എടാ പോള് 50-50 ആയടാ. അതെ 50-50. പിന്നെ അതുപോലെ വണ്ടിയിൽ ഇരുന്ന് വെടിവെക്കണ സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. വീഡിയോ കയ്യിലൊന്നും ഉണ്ടാവില്ല. അതുണ്ടാവും. വണ്ടിയിലിരുന്ന് വെടിവെക്കാനാ പബ്ജിയാണ്. വണ്ടിയിലിരുന്ന് വെടിവെക്കണ സെറ്റപ്പ് നടക്കൂല കേട്ടാ. അത് ശരിയാ. അല്ല പറ്റും, പക്ഷെ അതുണ്ട്, അങ്ങനെ ചെയ്യാനേ പറ്റും. പക്ഷെ അത് വേണ്ട. ഒരു കാര്യം ചെയ്യണം. ഇത്രയും ഒരു 5 സ്ലോട്ടോ 4 സ്ലോട്ടോ സിറ്റിസൺസിന് കൊടുക്കാന്നുള്ള ഒരു രീതി. അല്ല നമുക്ക് നാളെ രജിസ്ട്രേഷൻ ഓപ്പൺ ആക്കിയതിനു ശേഷം ടോട്ടൽ രജിസ്ട്രേഷൻ എത്ര വരുന്നെന്ന് നോക്കാടാ. അപ്പൊ നമ്മൾ ഇപ്പം നമ്മൾ അത്രയും ടീം നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ അത്ര നമുക്കൊരു 4 ദിവസത്തിൽ നടത്താൻ പറ്റാത്തതിന്റെ അത്രയും ടീമുകൾ വരുവാണെങ്കിൽ നമുക്കൊരു ലിമിറ്റഡ് സ്ലോട്ട് ഒരു 4 പേർക്കോ എല്ലാ ഗ്രൂപ്പിലും ഫിൽ ആവുന്ന രീതിയിൽ ഒരു 5 സിറ്റിസൺ ഗ്യാങ്സിന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സിറ്റിസൺസിനോട് ഓപ്പൺ ആക്കി കൊടുക്കാം. ഡീഡോസ് അടിച്ചാലോ ബ്രോ? ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇത് വേറെ ഒന്നും ചെയ്യാനില്ല കറന്റ്ലി. ഡീഡോസ് അടിക്കുന്ന കാര്യമൊക്കെ ആ സമയത്ത് നോക്കാന്നുള്ളൊരു കാര്യമേ നടക്കുകയുള്ളൂ. അല്ലാതെ വേറെ ഒന്നും കറന്റ്ലി നമുക്ക് ചെയ്യാനില്ല. മനസ്സിലായോ? അതാണ് പ്രശ്നം. പിന്നെ POV സ്ട്രീംസ് നമ്മൾ അലോ ചെയ്യത്തില്ല. ഡീഡോസിന്റെ ഇഷ്യൂ മറ്റേ മെറ്റ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അത് അലോ ചെയ്യാത്തതുകൊണ്ട് മസ്റ്റായിട്ട് ഇത്. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ടൂർണമെന്റ് നമ്മൾ ഒത്തിരി ദിവസത്തേക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അപ്പൊ അങ്ങനത്തെ എല്ലാം കൂടെ സെറ്റപ്പ് ചെയ്യണം. അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മളിപ്പം മാക്സിമം നോക്കി. പറഞ്ഞോ ലൈവ് ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരണം ആദ്യം പറഞ്ഞു. POV റെക്കോർഡ് മസ്റ്റായിട്ട് വേണം. POV റെക്കോർഡ് നമുക്ക് മസ്റ്റായിട്ട് വേണം. ഇപ്പൊ നമ്മള് POV ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആ ടീമിനെ നമ്മള് ഡിസ്ക്വാളിഫൈ ചെയ്യും. നമുക്ക് POV മസ്റ്റായിട്ട്. ഒരു മാച്ച് നമുക്ക് എത്ര മിനിറ്റ് തീർക്കാൻ പറ്റൂടാ? അത് വേണമെങ്കിൽ 40 എന്നല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 40. 30-40 മിനിറ്റിനകത്ത് ഒരു ദിവസം മാക്സിമം ഒരു 3 hours. പക്ഷെ ഇത് കുറച്ച് നേരത്തെ ആയിരിക്കും കൈസ്. 9:50 എന്നുള്ള ടൈം ആയിരിക്കത്തില്ല കേട്ടാ.
നമ്മൾ മാക്സിമം ഒരു 9 മണിക്കൊക്കെ ആയിരിക്കും തുടങ്ങുന്നത്. ഒരു 12 മണിക്ക് മുമ്പ് ഒരു ഡേ തീർക്കുക എന്നുള്ളൊരു ഇതിലായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു മാക്സിമം 2-3 ഗെയിംസ് ഒരു ദിവസം കവർ ചെയ്യണം 12 മണിക്കൊക്കെ മുമ്പിൽ. മനസ്സിലായി? അപ്പൊ അങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ആയിരിക്കും ടൂർണമെന്റ് വെക്കുന്നത്. ഒത്തിരി ലേറ്റ് ആക്കിയാലും നടക്കൂല. പ്ലേയേഴ്സിന് എല്ലാവർക്കും കളിക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോൺ ഡാമേജ് ഉണ്ട് ബ്രോ, ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. സോൺ ഡാമേജ് ഉണ്ട്. ഗെയിം തെറാപ്പിസ്റ്റ് 2 മില്യൺ ആയി. 2 മില്യൺ ആയിട്ട് ഗെയിം തെറാപ്പിസ്റ്റ്. കൺഗ്രാറ്റ്സ് ഗെയിം തെറാപ്പിസ്റ്റ്, കൺഗ്രാറ്റ്സ് ബ്രോ. 8:40 8:50 ആ ഒരു സമയം വെക്കാം. 8:50 9 മണി ആ ഒരു സമയം വെക്കാം. വീഡിയം ഇല്ലടാ. ഇത് തന്നെയല്ലടാ ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞോണ്ടിരിക്കണേ. ഇത് പുതിയതായിട്ട് വരുന്ന വീണ്ടും ചോദിക്കുക. പിന്നെ നമ്മള് വെറുതെ ലോഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്നും കേട്ടത്തില്ല. എന്താ ഗ്യാങ് ഡ്രസ്സും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഐഡന്റിറ്റി ഉള്ള ഒരു ഡ്രസ്സ് നിങ്ങളായിട്ട് അതിനകത്ത് നോർമൽ ഇൻ ഗെയിം ഡ്രസ് തന്നെ ആയിരിക്കും. ഡ്രസ് പാക്കിൽ നിന്ന് നിങ്ങൾ എടുത്തിടണം. അല്ലാതെ നമുക്ക് എല്ലാം കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതായി പോകും. നല്ല ഡിലേ ലാഗും എല്ലാം വരും. PL ഇത് വരും. അപ്പൊ പിന്നെ നമ്മള് ഡ്രസ്സുകളൊന്നും ആഡ് ചെയ്യത്തില്ല. വണ്ടി എല്ലാം നോർമൽ ആയിരിക്കും. ഇൻ ഗെയിം ലൊക്കേഷൻ വരുന്നത് സാൻഡ് തന്നെ, സാൻഡ് ഏരിയ അവിടെ കസ്റ്റം മാപ്പ് ആയിരിക്കും. എടാ ഹീലിങ്സ് എങ്ങനെയാ? ലിമിറ്റഡ് ആണോടാ? അത് ലൂട്ട് അനുസരിച്ച് കിട്ടും നമുക്ക്. അതുപോലെ ബാഗ് ഉണ്ടാവും. അപ്പൊ ലെവൽ 1 ലെവൽ 2 ബാഗ് അതിനനുസരിച്ച് സാധനങ്ങൾ അതിൽ വരും. ഹീലിങ്സ് നമുക്ക് എത്ര കയറ്റാൻ പറ്റും അത്ര കയറ്റാം. ഓക്കെ. ടോട്ടൽ പ്രൈസ് ഫുൾ ഗൈസ് അസ് ഓഫ് നൗ 1 lakh ആണ്. അതിൽ എന്തെങ്കിലും കാരണം ഞങ്ങൾ 1-2 സ്പോൺസേഴ്സിന്റെ അടുത്തോടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരും നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ അവരോട് സമ്മതിക്കുവാണെങ്കിൽ അതേ പ്ലസ് ആ എമൗണ്ടോട് ചേർത്ത് ഫൈനൽ പോസ്റ്ററിൽ നാളെ റിവീൽ ചെയ്യും. ഫസ്റ്റ് പ്രൈസ് വിൽ ബി 1 lakh ആണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ഒബ്വിയസ്ലി 50,000 രൂപയായിരിക്കും. എന്താ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിന് മുകളിലോട്ടുകൂടി കയറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ സ്പോൺസേഴ്സിന്റെ അടുത്ത് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വട്ടത്തെ ടൂർണമെന്റ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വട്ടം സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഡു കോണ്ടാക്ട്. നമുക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പ്രൊമോഷൻ തരാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്രൈസ് പൂള് മാത്രം, ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട. പ്രൈസ് പൂളായിട്ട് നിങ്ങൾ ഡയറക്റ്റ് കൊടുത്താൽ മതി. സ്പോൺസർ ആരൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ മേടിക്കുന്ന പരിപാടി ഇല്ല, എനിക്കതിനോട് താല്പര്യമില്ല. സോ നിങ്ങൾക്ക് ഈ ടൂർണമെന്റ് വഴി എന്തെങ്കിലും ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജയിക്കുന്ന ടീമിന് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കാം എന്നുള്ളൊരു ഇത് മാത്രം മതി. വേറൊന്നും വേണ്ട. നമുക്ക് വേറെ ചാർജസും അങ്ങനെയൊന്നുമില്ല, അതൊന്നുമില്ല. കിൽഫീഡ് ഒക്കെ ഉണ്ടാവും. കിൽഫീഡ് ഉണ്ടാവില്ലടാ നിഞ്ച? കിൽഫീൽഡ് എല്ലാം ഉണ്ടാവും. കിൽഫീൽഡ് എല്ലാ ഇതിലും ഉണ്ടാവും. പോയിന്റ് ടേബിൾ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. TV ലൈനപ്പ് പറയാവോ? എടാ ഇന്നാടാ അനൗൺസ് ചെയ്യുന്നേ. ഇന്നാണ് നമ്മൾ ഇത് ടൂർണമെന്റ് പോലും അനൗൺസ് ചെയ്യുന്നേ. അപ്പൊ ടിവിയുടെ ലൈനപ്പ് ഞാൻ എങ്ങനെ പറയും? ആരൊക്കെ കളിക്കുന്നുണ്ടെന്ന് ഗ്രൂപ്പിലൊക്കെ ചോദിക്കണം. നാളെ അപ്ഡേറ്റ് വരുമല്ലോ. നാളെ സെർവർ വരുമ്പോ എല്ലാ ഗാങ്സ് അപ്ലൈ വരുമല്ലോ. സെർവർ തുടങ്ങിയായിരുന്നോടാ? അത് ഇന്ന് രാത്രി സെറ്റ് ആവും. നാളെ അപ്പാവും. അണ്ണന്റെ ഇത് കൊടുത്തു. എക്സലൻസ് എക്സ് ഗെയിമിംഗ് എന്നുള്ളൊരു ഇത് കൊടുത്താൽ മതി നമുക്ക്. എയർ ഡ്രോപ്പ് പറ്റുമല്ലോടാ? പറ്റുമോ? നോക്കാം ഗൈസ്. നമ്മൾ ഇവിടെ നിന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഇവർ 2 ദിവസമായി ഉറങ്ങിയിട്ട് അവൻ അറ്റാക്ക് വല്ലതും വരും. ലാസ്റ്റ് ഞാൻ ഇനി അതിന് ചാരിറ്റി സ്ട്രീം ചെയ്യണം. 2 ദിവസം ഉറങ്ങാതെ അറ്റാക്ക് വരത്തില്ല. എക്സ്പീരിയൻസ് ഒരു 10 ഉറങ്ങാതിരിക്കാം. പിന്നെ പയ്യൻ വന്ന് ഇല്ലറല്ലേ 2 ദിവസം ഉറങ്ങാതെ അറ്റാക്ക് വരുമല്ലത്. ഇനി എത്ര ദിവസം? ഇനി 3-4 ദിവസം ഇരിക്കണം ഇവര് 2-ാം തീയതിയിലേക്ക് ഇതാക്കണമെങ്കിൽ. ടീം ഗില്ലുണ്ടോ? എടാ എന്തൊക്കെ അറിയണം. നോർമലി GTA ടീം ഗില്ല് ഇല്ലടാ. അപ്പൊ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. എന്തൊക്കെയാണെന്ന് അവന്റെ ഒക്കെ. ഹൗ മെനി ടീംസ് ഇൻ 1 ലോബി ബ്രോ? നമ്മള് കറന്റ്ലി ടോട്ടൽ രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ അത് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ വന്നിട്ട് പറഞ്ഞ 10 ടീം, ഒരു ടീമിൽ Aയിൽ 10, Bയിൽ 10 അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കറന്റ്ലി നമുക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രജിസ്ട്രേഷൻ വരും? ഇപ്പൊ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത 50 ടീം വന്നില്ല, എന്ത് ചെയ്യും? 50 ടീം എന്തായാലും വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എക്സ്ലാൻഡിസിൽ 30 ടീം രജിസ്റ്റർ ചെയ്താൽ തന്നെ 3 ടീം വെച്ച് രജിസ്റ്റർ ചെയ്താൽ തന്നെ ഒരു ഗ്യാങ് 30 സ്ലോട്ടില്ലേ? അപ്പൊ തന്നെ 90 ടീമായി. അതെന്തായാലും ഉണ്ടാവും. അപ്പൊ അതാ ഞാൻ പറയണേ, നമ്മൾ അത് ടോട്ടൽ ഒരു കൗണ്ട് അനുസരിച്ച് നമുക്ക് പറ്റുള്ളൂ. പോയിന്റ് വൈസ് ആയിരിക്കും ഈ പറയണത് പോലെ ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സിംഗിൾ മാച്ച് വെച്ചായിരിക്കത്തില്ല നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. സിംഗിൾ മാച്ച് വെച്ച് ജഡ്ജ് ചെയ്യുന്നത് വെറും ലക്ക് ബേസ്ഡ് ആയി പോകും ഈ സോൺ ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട്. അപ്പം
നമുക്ക് വേണമെങ്കിൽ ഫൈനൽ ബെസ്റ്റ് ഓഫ് 5ഓ ബെസ്റ്റ് ഓഫ് 3ഓ ബെസ്റ്റ് ഓഫ് 2ഓ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അങ്ങനെ ഒന്നിൽ കൂടുതൽ മാച്ച് എന്തായാലും വേണം, എന്നാലേ ആ പോയിന്റ് ഇതാക്കാം. നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫ് 3 വേണേ ബെസ്റ്റ് ഓഫ് 3 ഞാൻ ഇടാം, 5 വേണേ 5 ഇടാം. 5 ഇട്ടാ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ 8 മണിക്ക് തുടങ്ങിയാൽ രാത്രി 1 മണിയാവുമായിരിക്കും തീരെ. അതാ ലോങ് അങ്ങനെ ഒരു സീനുണ്ട്. എന്താടാ ഒരു കേട്ടില്ല? ദിവസം കുറെ അല്ല അങ്ങനെയൊക്കെ നോക്കണെങ്കിലേ സമയം കൂട്ടും പിന്നെ. അതെ 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 അതെ, അതാണ് പ്രശ്നം. MVP നമുക്ക് എന്തെങ്കിലും ചെയ്യടാ, MVP എന്തെങ്കിലും ചെയ്യാം. എല്ലാ വട്ടത്തെ പോലെ MVP നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ബെസ്റ്റ് ഓഫ് 3 വല്ലതും കൊടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഫൈനൽ നമുക്ക് ബെസ്റ്റ് ഓഫ് 3 വെക്കാം. 5 ചത്തുകൂടാ, കമന്ററിയുടെ പറഞ്ഞ ചത്തുപോകും. സബ് ക്യാൻ ബി സിറ്റിസൺ ഇല്ല ബ്രോ, ഗ്യാങ്ങിന്റെ സ്ലോട്ടിൽ സബ് ഗ്യാങ് മെമ്പർ തന്നെ ആയിരിക്കണം. പിന്നെ നിങ്ങളിവിടെ ടീം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് സെർവറിലാണ് ഏത് ഗ്യാങ് ആയിട്ടാണ് കളിക്കുന്നത് എന്നുള്ളത് നമ്മുടെ അഡ്മിൻസിനെ കാണിച്ച് വെരിഫൈ ചെയ്യണം. ഗ്യാങ് സ്ലോട്ടിൽ വരുന്ന സമയത്ത് ഗ്യാങ് ആണെന്നുള്ളതിന്റെ പ്രൂഫ് നിങ്ങൾ കാണിച്ചേ പറ്റത്തുള്ളൂ. ഒരു ഗ്യാങ്ങിന് 2 സ്ലോട്ട് മതിയണ്ണ. ബ്രോ ഞാൻ നിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇനി നീ ഒരു TVA ഫാൻ ആണെന്ന് വിചാരിച്ചോ. ഒരു ടീമിൽ ഇപ്പം കറന്റ് ഇപ്പൊ TVക്കകത്ത് 45-50 പേരുണ്ട്. അതുപോലെ മോസ്റ്റ് ഓഫ് ദ ഗ്യാങ്ങുകളിലെല്ലാം അത്ര ആൾക്കാരുണ്ട്. ഇതിൽ നിന്ന് 2 പേർക്ക് എന്ന് പറഞ്ഞ് 20 പേരെ മാത്രം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ നടക്കും? എന്നിട്ടും നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പോഴും, മനസ്സിലായി? മിനിമം 3 ടീം വേണം ബ്രോ, മിനിമം 3 ടീം വേണം. എടാ വീഡിയോ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോടാ നിഞ്ച ഇതിനകത്ത്? വീഡിയോ ചെയ്ത ചെയ്യണോ ആ പ്ലെയർ. അപ്പൊ അറിയാതെ പറ്റിപ്പോയൊരു വീഡിയോ ആണെങ്കിലോ അബദ്ധത്തില് അത് 3 ഹിറ്റ് അല്ലെങ്കിൽ 4 ഹിറ്റ് നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് വന്നാലേ പിന്നെ നമുക്ക് അഡ്മിൻ റീകോൾ ചെയ്യാം. ഈ ഇടി കൊണ്ട് വീഴുന്നവന് ഓട്ടോമാറ്റിക് ആയിട്ട് തിരിച്ചു വരാനുള്ള വഴിയുണ്ടോ? അതുണ്ട് അതുണ്ട്. അങ്ങനെയും 3 വട്ടം ഇടിച്ചാ കിക്ക് ആവുന്ന രീതിയിൽ. വണ്ടിയുടെ കൊളീഷൻ വെക്കണ്ട, വണ്ടി ഇടിച്ചു കഴിഞ്ഞാലേ, അതായത് നിഞ്ച വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അവന് കൊള്ളുന്ന രീതിയിൽ വെക്കണ്ട, മനസ്സിലായോ? അതായത് ഇപ്പൊ വണ്ടി പൊക്കിക്കൊണ്ടിരിക്കുന്ന ഇന്റൻഷ്യൽ ഇടിക്കാൻ വേണ്ടി ഒരാളെ വരുമ്പോ കൊളൂഷൻ വർക്കാവാത്ത പരിപാടി ഉണ്ടല്ലോ പുറത്ത് സർവേഴ്സിലൊക്കെ, ഞാൻ കാണിച്ചുതരാം എന്റെ ഇത്. അങ്ങനെ ചെയ്യണ്ട. 3 വേണ്ട ഗൈസ്, അങ്ങനല്ല ഞാൻ അങ്ങനല്ല പറയണേ, നിങ്ങക്ക് മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഇപ്പൊ എക്സലന്റ് സെർവറിലൊക്കെ വീഡിയോ കിട്ടുമ്പോൾ നമ്മള് മറ്റേ വീഡിയോ കിക്ക് ആവില്ലേ, നമ്മള് മറ്റേ വരുമല്ലേ, ആദ്യത്തെ ഇടിക്ക് ഒരു വാണിംഗ് കിട്ടും, രണ്ടാമത്തെ ഇടിക്ക് ഒരു വാണിംഗ് കിട്ടും, 3ാമത്തെ ഇടിക്ക് അവൻ പുറത്തോ, അതേ പറ്റുള്ളൂ. അല്ലാതെ 2 ഇപ്പൊ ഒരു ഇടിക്ക് തന്നെ ആളെ എടുത്ത് കളയാന്ന് പറഞ്ഞാൽ അവൻ അബദ്ധത്തിൽ ഒരു ഇപ്പൊ വണ്ടി കൊണ്ട് കുത്തുന്ന സമയത്ത് കയ്യിൽ നിന്ന് ലിഫ്റ്റ് ആയി പോയി ഒരാളുടെ ദേഹത്ത് കൊണ്ടാ എന്ത് ചെയ്യും? അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായ? പിന്നെ അത് മാത്രല്ല, ഇപ്പൊ അബദ്ധത്തിലാണെങ്കിൽ PO വെരിഫൈ ചെയ്തിട്ട് ആ പ്ലെയർ റീകോൾ ചെയ്യാൻ പ്ലെയിനിൽ തന്നെ ജമ്പണി ആ സ്ഥലത്തേക്ക് ജമ്പണി സെറ്റ് ചെയ്യാം. അത് നമുക്ക് നോക്കിട്ട് ചെയ്യാം. ഉണ്ടാവില്ല കൊളീഷൻ ഇല്ലെങ്കിലൊന്ന്, കൊളീഷൻ ഇല്ലെങ്കിൽ വെഹിക്കിൾ പിറ്റിംഗ് ഉണ്ടാവില്ല ഒന്നരായ. ഇല്ല കൊളീഷൻ വേണോടാ, കൊളീഷൻ വേണം. കൊളീഷൻ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അതാണ് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുണ്ട്. അല്ല അതൊക്കെ പറ്റും നീ പറഞ്ഞിട്ട് അവനെ ഇരട്ടി പണിയാവില്ല, അത്രേ ഉള്ളൂ. അതാ എനിക്ക് പറയാനുള്ളത്. എനിമിയെ ഫിനിഷ് ആക്കി എനിമിയുടെ ലൂട്ട് എടുക്കാൻ പറ്റുമോ? അല്ലേ നീ എന്തൊക്കെ ചെയ്ത് വെച്ചിരിക്കണ്? എടാ നീ ഇത് ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയ സ്ക്രിപ്റ്റ് ആണോ? ഓൾറെഡി ഇതൊക്കെ ഇപ്പൊ ചെയ്തതാ, കൊറേ കാര്യങ്ങൾ ഇപ്പൊ ചെയ്ത. പിന്നെ പണ്ട് ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിൽ നിന്നൊക്കെ എടുത്ത് മിക്സാക്കി ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് നോക്കിയോ നീ എല്ലാം? അതിപ്പോ ചെയ്തോണ്ടിരിക്കുക. ടെസ്റ്റ് ചെയ്യാൻ സെർവർ ഒക്കെ ഉണ്ടോ നിന്റെ? ഞാൻ ഹോസ്റ്റ് ഉണ്ട്, ഫ്രീ ഹോസ്റ്റ് ഉണ്ട്, അപ്പൊ അതിലൊക്കെ ചെയ്യണം. ഓക്കെ നിനക്ക് സെർവർ വേണേ പറയട്ടോ, അപ്പാപ്പനൊരു 5 എണ്ണം മേടിച്ചിട്ടുണ്ട്, അതിലൊരെണ്ണം തരാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഗൈസ്, ടീം ഇപ്പൊ ഏതെങ്കിലും ടീം ചെയ്യുന്ന കണ്ടാൽ ഡയറക്റ്റ് ചെയ്ത 2 ടീമിനെയും ടൂർണമെന്റിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യും. അതിനി ഏത് ടീമിന്റെ ഓപ്പോസിറ്റ് ഇറക്കിയാലും അത് ഞാൻ പറയാം. അതിനിപ്പോ ഞാൻ പറയാം, നമ്മുടെ സൈഡിൽ നിന്ന് TVയുടെ സൈഡിൽ നിന്ന് ചെയ്താലും ആരുടെ സൈഡിൽ നിന്ന് ചെയ്താലും ടീമപ്പ് സാധനം ഇതിനകത്ത് നടക്കൂല, കണ്ട അടിച്ചോണം. അതെന്തായാലും ഈ വട്ടം നോക്കും ഗൈസ്, ഈ വട്ടം നമ്മളത് നോക്കും. കാരണം നമ്മൾ കുറെ ടൂർണമെന്റ് കളിച്ചത് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം അത് ഇവിടെ ആരൊക്കെ ചെയ്യുമോ ആ ചെറ്റത്തരമെന്ന്, മനസ്സിലായ? നല്ലതുപോലെ അറിയാം. ഹൗ മെനി പീപ്പിൾ ഇൻ വൺ ടീം? 10 പ്ലേയേഴ്സും 2 സബും. നിങ്ങൾക്ക് 2 പേരെ മാറി മാറി കയറ്റാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഗൈസ് ടൂർണമെന്റ്
നിർത്തിപ്പോടാൻ വരെ ഇല്ല ബ്രോ, കംപ്ലീറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞില്ല. കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചിലപ്പോൾ ഡിസ്കൗണ്ട് നോക്കും, അതിന്റെ RDR കളിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്റ്റിയറിംഗ് വീൽ എടുത്ത് കൊടുത്തി വെളുപ്പിന് വരെ റേസിംഗ് വീൽ കളിക്കും. അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നിർത്താൻ പറ്റുള്ളൂ. നീ വേണേ പോടാ ഫുണ്ടേ, പോടാ. ആ ആ അപ്പൊ ഇത്രയൊക്കെയാണ് ടൂർണമെന്റ് അപ്ഡേറ്റ്സ്. അപ്പോൾ എല്ലാവരെയും TVA and Xland is welcoming each and every RP gang in your community. Do participate guys, all the very best. നിങ്ങൾക്ക് നാളെ തൊട്ട് രജിസ്ട്രേഷൻസ് ഓപ്പൺ ആയിരിക്കും. മാക്സിമം നിങ്ങൾക്ക് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പെർഫോം ചെയ്യാനും നോക്കുക. അപ്പം ബാക്കി ഡീറ്റെയിൽസ് നാളെ ടിവിയുടെ ഇൻസ്റ്റഗ്രാം പേജിലും കൊളാബായിട്ട് തന്നെ എക്സ്ലാൻഡിസിന്റെ പേജിലും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ടൂർണമെന്റ് അനൗൺസ്മെന്റ് ആൻഡ് ഇതൊരു നല്ല കോസിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂർണമെന്റ് കൂടിയാണ്. സോ അത് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്ന കുറച്ച് ഫണ്ട് കിട്ടും, ബാക്കി ഇതിൽ നിന്ന് ടൂർണമെന്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ടും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആ ഒരു നല്ല കോസും ഇതാക്കും. കാരണം അത് ഒരു പ്ലെയർ ആ ഒരു ആളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. അല്ലെങ്കിൽ അത് പറഞ്ഞേനെ, നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. സോ അത്രേ ഉള്ളൂ. അപ്പം ടൂർണമെന്റ് അനൗൺസ്മെന്റ് ഒക്കെ